3.2 ഓവർ തീർന്നപ്പോൾ സ്കോർ മുംബൈ ഹീറോസിന്റെ 22 റൺസ്, വിക്കറ്റൊന്ന് നഷ്ടമാണ്. ദുൽഗ 14 റൺസോടുകൂടിയും വരുൺ 4 റൺസോടുകൂടിയും ബാറ്റ് ചെയ്യുന്നു. ഇത് മുംബൈ ഇന്ത്യൻസിന്റെ മൂന്നാമത്തെ മാച്ചാണ്. ഇതിന് മുന്നേ കളിച്ച 2 മാച്ചിൽ അവർ ചെന്നൈ റൈനോസ് അഗേൻസ്റ്റ് ഷാർജയിൽ വെച്ച് വിജയിച്ചു. വേറൊരു മാച്ചിൽ തെലുഗു വാരിയേഴ്സിനോട് ടൈ ആവുകയാണ്. അങ്ങനെ അവർക്ക് 3 പോയിന്റ് ഇപ്പോൾ അവർക്ക് നേടിയിട്ടുണ്ട്. നേരെ മറിച്ച് കേരള സ്ട്രൈക്കേഴ്സിന് ഇത് അവരുടെ 2ാമത്തെ മാച്ചാണ്. ഇതുവരെ അവർ പോയിന്റ്സ് ഒന്നും നേടിയിട്ടില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണുള്ളത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ 6 ടീംസും ഇപ്പോഴും ഈ ടൂർണമെൻറ്റിൽ വളരെയധികം കണ്ടൻഷനുള്ളൊരു ടീമാണ്. പല അട്ടിമറികളും കാണുന്നു. ഇന്നത്തെ ആദ്യത്തെ മാച്ചിൽ കഴിഞ്ഞ കൊല്ലത്തെ ചാമ്പ്യൻസായ ചെന്നൈ റൈനോസ് അവർ തോറ്റുപോയി ബംഗാളുകാരോട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ടീമിനും ഈക്വൽ ചാൻസസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഉണ്ണി മുകുന്ദൻ്റെ പന്ത് ലെഗ് സൈഡിൽ ഡീപ് ഫൈൻ ലെഗിലോട്ട്. അത് വൈഡ് തന്നെയാണ്. അമ്പയർ KN രാഘവൻ, അന്താരാഷ്ട്ര അമ്പയർ KN രാഘവനാണ് അത് വൈഡ് കൊടുത്തേക്കാണ്. ആ വൈഡ് കൊടുത്ത വീണ്ടും ഒരു കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞ ആ ഒരു രീതിയാണ്. വീണ്ടും ഒരു റൺസ്. ഇവിടെ മുംബൈ ഹീറോസിൻ്റെ ഒരു സവിശേഷത അവരുടെ റണ്ണിംഗ് ബിറ്റ്വീൻ ദി വിക്കറ്റ്സ് തന്നെയാണ്. ഒരു റണ്ണ് കൂടെ അവർ മിസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. ക്യാപ്റ്റൻ മോഹൻലാൽ അദ്ദേഹം വളരെ ആവേശത്തോടുകൂടി, പ്രത്യേകിച്ചും ഈ ടീമിനെ നയിക്കാൻ ഏറ്റവും അനുയോജ്യം എന്ന് തന്നെ വിശേഷിപ്പിക്കാം, ഈ തിങ്ങി നിറഞ്ഞ ആരാധകരുടെ മുന്നിൽ അമ്മ കേരള സ്ട്രൈക്കേഴ്സിന് വീണ്ടും ഉണ്ണി മുകുന്ദൻ്റെ ഒരു വൈഡ്. വിവേക് ഗോപൻ, വിക്കറ്റ് കീപ്പർ വിവേക് ഗോപൻ അത് തടുത്ത് റണ്ണൌട്ടിന് ശ്രമിച്ചെങ്കിലും വിക്കറ്റിൽ കൊള്ളാതെ പോയി. വീണ്ടും ഒരു വൈഡ് റൺസ്. ഈ ഓവറിൽ തന്നെ 2 വൈഡ് ഉണ്ണി മുകുന്ദൻ എറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്കോർ 29 റൺസ്. വിക്കറ്റൊന്നും നഷ്ടമായിട്ടില്ല മുംബൈ ഹീറോസിൻ്റെ. ഉണ്ണി മുകുന്ദൻ്റെ വീണ്ടും ഒരു അക്ഷരാർത്ഥത്തിൽ റൺഔട്ട് ചാൻസ് ആണ്. ആദ്യ വിക്കറ്റ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ആദ്യ വിക്കറ്റ് തന്നെ വിശേഷിക്കുക. തീർച്ചയായിട്ടും ഒരു മികച്ച ഫീൽഡിങ്ങിലൂടെ ആ ഒരു റണ്ണെടുക്കാൻ മുംബൈ ഹീറോ ബാറ്റ്സ്മാൻമാർ ശ്രമിച്ചപ്പോൾ ഒരു മനോഹരമായ ത്രോ തേർഡ് അമ്പയറിന് ഈ ഡിസിഷൻ വിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ബാറ്റ്സ്മാൻ പുറത്തെന്നുള്ളത് വ്യക്തമാക്കുന്ന രീതിയിലാണ് അത് വരുന്നത്. ഔട്ട്, ആദ്യ വിക്കറ്റ്. തീർച്ചയായിട്ടും അമ്മ കേരള സ്ട്രൈക്കേഴ്സ് ഒരു റൺഔട്ടിലൂടെ ആദ്യമായിട്ട് മുംബൈ ഹീറോസിന്റെ വിക്കറ്റ് വീഴ്ത്തിയിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പോഴും ഡിസിഷൻ പെൻഡിംഗ് ആണ്. തേർഡ് അമ്പയറിന് അത് റഫർ ചെയ്യാൻ വിട്ടിരിക്കുകയാണ്. ആദ്യ വിക്കറ്റ് അക്ഷരാർത്ഥത്തിൽ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മുംബൈ ഹീറോസിന്റെ ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ഒരു റൺഔട്ടിലൂടെ. സണ്ണി ദുൽഗ അക്ഷരാർത്ഥത്തിൽ കലൂർ നെഹ്റു സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സന്തോഷത്തിന്റെ ലഹരി. ആദ്യ വിക്കറ്റ് മുംബൈ ഹീറോസിന്റെ ആദ്യ വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു. സണ്ണി റൺഔട്ടായിരിക്കുന്നു. സണ്ണി ദുൽഗ റൺഔട്ട്. ഗോപൻ, വിവേക് ഗോപൻ സ്റ്റംപ് ചെയ്ത് റൺഔട്ട് നേടിയിരിക്കുന്നു. 16 റൺസാണ് ദുൽഗ നേടിയിരിക്കുന്നത്. ഇപ്പോൾ സ്കോർ മുംബൈ ഹീറോസിന്റെ 3.5 ഓവർ പിന്നിട്ടപ്പോൾ
29 റൺസിന് 1 വിക്കറ്റ് എന്നുള്ള നിലയിലാണ്. ആ ഒരു ഒന്നാമത്തെ വിക്കറ്റ് വീണപ്പോൾ ഇവിടെ സ്റ്റേഡിയത്തിൽ ക്രൗഡിൻ്റെ ഇടയിൽ ഒരു അട്ടിമറി തന്നെ സംഭവിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ബോംബെ ബാറ്റ്സ്മാൻമാർ വളരെയധികം ഇത്രയും എടുത്ത റൺസ് മുഴുവനും സിംഗിൾസൊക്കെ വളരെ നന്നായിട്ട് എടുത്തു. ബട്ട് അങ്ങനെ ഒരു നല്ലൊരു ബ്രേക്ക് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ കേരള സ്ട്രൈക്കേഴ്സ് അവരുടെ ആദ്യത്തെ സ്ട്രൈക്ക് നടത്തിയിരിക്കുകയാണ്. അടുത്ത വിക്കറ്റ് വീണ്ടും ഉണ്ണി മുകുന്ദന്റെ പന്ത് വിക്കറ്റിന് മുമ്പിൽ. LBW ഉണ്ണി മുകുന്ദൻ ആദ്യ പന്തിൽ തന്നെ പെവിലിയനിലോട്ട് മകടന്നു നിന്ന കാഴ്ച. അക്ഷരാർത്ഥത്തിൽ കലോർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മുംബൈ ഹീറോസിന്റെ 2ാം വിക്കറ്റ്, അതും 4ാം ഓവറിൽ അവസാന പന്തിൽ.